നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് ആൻഡ് സെഷനിലേക്ക് സ്വാഗതം. സുഖം ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 3 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് വൺ ഇന്ത്യ ചൈന കൺസംഷൻ എക്സ്പെൻഡിച്ചറിന്റെ ഒരു കമ്പാരിസൺ ഡേറ്റ ഇന്നത്തെ പത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ രണ്ടാമത്തെ ആർട്ടിക്കിൾ നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 തന്നെ വരുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിളാണ്. അത് ബേസിക്കലി വീനസ്, നമ്മുടെ സോളാർ സിസ്റ്റത്തെ വീനസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. വീനസിൽ ഈ പറഞ്ഞ പോലെ ജലത്തിന്റെ അംശം ഈ പറഞ്ഞ പോലെ വളരെയധികം രീതിയിൽ ഡ്രൈ അപ്പ് ആകുന്ന എന്നുള്ള രീതിയിലേക്ക് കണ്ടുപിടുത്തങ്ങൾ വന്നിട്ടുണ്ട്. അത് ബേസിക്കലി കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഈ പറഞ്ഞ സയൻസ് സമൂഹം വിലയിരുത്തുന്ന ഒരു കാര്യം തന്നെയാണ് വീനസിലെ വാട്ടറിന്റെ അവൈലബിലിറ്റി കുറയുന്നു എന്നുള്ളത്. ഇപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തം വന്നിരിക്കുകയാണ്, പുതിയൊരു അറിവ് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഒരു ആറ്റത്തിന്റെ ഒരു പ്രസൻസ് മൂലമാണ് അവിടെ ആ വെള്ളത്തിന്റെ അളവ് കുറയുന്നത്. വെള്ളത്തിന്റെ അളവ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ വീനസിൽ കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു വെള്ളത്തിന്റെ അംശം, വെള്ളത്തിന്റെ ആ ഒരു ജലാംശം എന്ന് പറയുന്നത് വലിയൊരു കടൽ പോലെ ഒരു വെള്ളം, ഓൾമോസ്റ്റ് 3 കിലോമീറ്റർ ഡെപ്ത് ഉള്ള വലിയൊരു വാട്ടറിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നതാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇപ്പം വെറും അത് 3 സെന്റിമീറ്റർ ഡെപ്തിലേക്ക് അത് ചുരുങ്ങിയിരിക്കുന്നു. അത്രമാത്രം അവിടുത്തെ വാട്ടറിന്റെ പ്രസൻസ് ഡ്രൈ അപ്പ് ആയി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന ഡേറ്റാസ്. സോ അതിന്റെ കാരണങ്ങൾ എന്താണ്? ബേസിക്കലി പുതിയ ഒരു കാരണമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ സയൻസിന്റെ പെർസ്പെക്റ്റീവിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ മൂന്നാമത്തെ ടോപ്പിക് CISF എന്നുള്ളതാണ്. അതായത് നമ്മുടെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. റീസെന്റ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ പാർലമെന്റിൽ ചെറിയൊരു അറ്റാക്ക് പോലുള്ള ഒരു സംഭവം നടന്ന് നമ്മൾ വാർത്തയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രണ്ടുപേരും പറഞ്ഞ പോലെ ചെറിയ പറഞ്ഞ പോലെ ക്യാനൺസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പാർലമെന്റിൽ ചെറിയൊരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. സോ അതിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ ഈ പറഞ്ഞ പോലെ പാർലമെന്റിന്റെ സെക്യൂരിറ്റി കൈകാര്യം ചെയ്തിരുന്നത് ഡൽഹി പോലീസാണ്. അതുപോലെ തന്നെ സ്പെഷ്യലി ഈ പറഞ്ഞ പോലെ നമുക്ക് പാർലമെന്റ് സെക്യൂരിറ്റി സ്റ്റാഫ് ഒക്കെ ഉണ്ടായിരുന്നു. അവരെ മാറ്റിയിട്ട് നിലവിൽ ഈ പറഞ്ഞ CISFന് പാർലമെന്റിന്റെ ആ ഒരു സെക്യൂരിറ്റി ചുമതലകൾ നൽകാനായിട്ട് വീണ്ടും തയ്യാറെടുക്കുന്നുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് CISFന്റെ വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് CISFുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിന്റെ വ്യൂ പോയിന്റിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതാണ്. പിന്നെ ലാസ്റ്റ് ഈ 3 ടോപ്പിക്കിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു MCQ, പ്രിലിംസ് ബേസ്ഡ് MCQ നമ്മൾ സോൾവ് ചെയ്തായിരിക്കും ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ടൈം കളയാൻ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നോക്കാം. ഇന്ത്യ ചൈന കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്, അല്ലെങ്കിൽ കൺസംഷന്റെ ആ ഒരു കമ്പാരിസൺ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളെ കുറിച്ച് പറയുമ്പോഴേക്കും നമുക്കറിയാം ടോട്ടലി പറഞ്ഞ പോലെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇവർ രണ്ടുപേരും. അപ്പം നിലവിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ ചൈനയെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ചൈനയുടെ കാര്യത്തിലേക്ക് നമ്മൾ റീസെന്റ് വാർത്തകൾ വരുന്നുണ്ട്. അവരുടെ പോപ്പുലേഷന്റെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു കൂടുതൽ അവിടെ ഏജ് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം അവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലേക്കും വാർത്തകൾ വരുന്നുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിൽ പറയുന്നത് 2055 വരെ 2055 അല്ലെങ്കിൽ അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ 2060 വരെ നമുക്ക് ഈ പോപ്പുലേഷൻ റൈസ് കാണേണ്ടി വരുമെന്നുള്ളതാണ് തന്നെ പറയുന്നത്. ബട്ട് ഇത് പറയുമ്പോഴും ഇന്ത്യയുടെ ആംഗിളിലെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 താഴേക്ക് എത്തിയിരിക്കുന്നു. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 വലിയൊരു പ്രാധാന്യമുണ്ട്. അതായത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈ പറഞ്ഞ ഒരു വുമൺ ആളുടെ റീപ്രൊഡക്റ്റീവ് ഏജിൽ ജന്മം നൽകുന്ന കുട്ടികളുടെ ഒരു ആവറേജ് കണക്കിനെയാണ് നമ്മൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇത് 2.1 വിളിക്കുന്ന പേര് 2.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റേബിൾ ലെവലായിട്ടാണ് കൽപ്പിക്കപ്പെടുന്നത്. സ്റ്റേബിൾ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൊട്ടിട്ട് ആ രാജ്യത്തെ പോപ്പുലേഷൻ കൂടുകയോ കുറയുകയോ ചെയ്തില്ല, സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ തുടങ്ങും. വെനെവർ ദാറ്റ് കൺട്രീസ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഈസ് ഈക്വൽ ടു 2.1. ഇനി ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 മുകളിലാകുമ്പോഴേക്കുമാണ് ആ രാജ്യത്തെ പോപ്പുലേഷൻ കൂടുന്നത്, കാരണം അവിടെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. നേരെ തിരിച്ച് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 താഴെ ആയി കഴിഞ്ഞാലോ ഗ്രാജുവലി പതുക്കെ ആ രാജ്യത്തെ പോപ്പുലേഷൻ ഒരു സ്റ്റേബിൾ ലെവലിലേക്ക് എത്തും. പിന്നെ അവിടെ തൊട്ട് കാണാൻ സാധിക്കും എന്താണ്, പോപ്പുലേഷൻ ഡിക്രീസ് ആയിരിക്കും ഒരു പക്ഷേ കാണുന്നത്. ഇന്ത്യയുടെ ആംഗിളിൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 താഴേക്കായി. ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളിലും 2.1 താഴേക്കാണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് 2 ഒക്കെ ഒരു ആവറേജ് ലെവലിലേക്ക് നമ്മുടെ ഇങ്ങോട്ടേക്ക് എത്തി നിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് പറയാം നമ്മൾ ഈ കാണുന്ന പോപ്പുലേഷൻ റൈസിങ് അധികം നാളത്തേക്ക് നിൽക്കത്തില്ല. 2055 അല്ലെങ്കിൽ 2060 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും ഇന്ത്യയുടെ പോപ്പുലേഷൻ അതിന്റെ പീക്ക് ഒരു അവസ്ഥയിലേക്ക് എത്തും. അതിനുശേഷം ഈ പറഞ്ഞ ഇന്ത്യയിലെ പോപ്പുലേഷന്റെ ഒരു കുറവ് പതുക്കെ കണ്ടു തുടങ്ങും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. എനിവേ ഈ രണ്ട് രാജ്യങ്ങളും, ഇന്ത്യയും ചൈനയും, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രണ്ട് രാജ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ കൺസംഷന്റെ കമ്പാരിസണും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെ ഈ ഒരു ഡേറ്റയ്ക്കകത്ത് വന്നിരിക്കുന്നത്, ഈ ഒരു പിക്ചറിനകത്ത് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയാണ്. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് GDPയുടെ ശതമാനം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റദർ ദാൻ ചൈന, ഇന്ത്യയുടെ കൺസംഷനാണ് വർദ്ധിച്ചു നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ടോട്ടൽ ഇന്ത്യയുടെ GDPയുടെ 68% നമ്മൾ കൺസംഷന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ചിലവാക്കുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. എന്നാൽ വേറെ ചൈനയിൽ ഈ പറഞ്ഞ പോലെ അത് സ്റ്റാൻഡേർഡ് ഓൺ ചെയ്യുന്ന 58 ആ ഒരു റേഞ്ചിലേക്ക് മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഓവറോൾ GDPയുടെ പെർസെൻറ്റേജ് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്ത്യയുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ചൈനയേക്കാൾ കൂടുതലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ ഇവിടെയാണ് നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ടോട്ടൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴേക്കും അത് പ്രൈവറ്റ് കൺസംഷൻ
പ്ലസ് പബ്ലിക് കൺസംഷൻ. അതായത് ഇവിടെ പ്രൈവറ്റ് കൺസംഷൻ എന്ന് പറയുമ്പോഴേക്കും സാധാരണ ജനങ്ങളുടെ കയ്യിൽ നിന്നും ചിലവാകുന്ന കൺസംഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൈവറ്റ് കൺസംഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ തിരിച്ച് പബ്ലിക് കൺസംഷൻ എന്ന് പറയുമ്പോഴേക്കും ഗവൺമെന്റിന്റെ ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ പൈസ ചിലവാക്കേണ്ടി വരും. സോ അതിനെയാണ് നമ്മൾ ഗവൺമെന്റ് അല്ലെങ്കിൽ പബ്ലിക് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ടോട്ടൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിൽ ഇൻ ടേംസ് ഓഫ് GDP ഇന്ത്യ ചൈനയെ കയ്യിൽ മുകളിലാണെന്ന് പറഞ്ഞു. പക്ഷേ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ എടുത്ത് നോക്കുമ്പോഴേക്കും ആരാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്? ചൈനീസ് ആണ്. ചൈനയുടെ കാര്യത്തിലേക്ക് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കമ്പയർ ടു ഇന്ത്യക്കായാലും കൂടുതലാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മളിത് നോക്കുമ്പോഴേക്കും ഓവറോൾ ഇന്ത്യയാണ് കൂടുതൽ എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയിലെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറവ്. അപ്പോൾ അതേ സ്ഥാനത്ത് അപ്പോൾ ഇന്ത്യയിൽ ഏതാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്? പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ. രണ്ട് കമ്പോണന്റേ ഉള്ളൂ, പ്രൈവറ്റും പബ്ലിക്കും ഉള്ളൂ. ഇന്ത്യയുടെ കാര്യത്തിൽ പബ്ലിക് കുറവാണ്, പക്ഷേ ഓവറോൾ ടോട്ടൽ നോക്കുമ്പോഴേക്കും ഇന്ത്യയിൽ കൂടുതലാണ്. ആ ടോട്ടൽ വരാൻ കാരണം ഇന്ത്യയിൽ ഏത് കൂടുതലാണ്? പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ കൂടുതലാണ്. ഇതാണ് നമ്മൾ പല ക്ലാസ്സുകളിലും എസ്പെഷ്യലി ഹെൽത്ത് മേഖലയിലേക്കൊക്കെ, ഹെൽത്ത് തന്നെയാണ് ഒരു വിവിഡ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഹെൽത്ത് മേഖലയിൽ നോക്കുമ്പോഴേക്കും ഇന്ത്യയിൽ ഗവൺമെന്റ് സ്പെൻഡിങ് വളരെ കുറവാണ്. ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ആശുപത്രികളൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ കുറവാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് നമുക്ക് പോകുമ്പോഴേക്കും ഫീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാകും. സോ ഓട്ടോമാറ്റിക്കലി പ്രൈവറ്റിന്റെ എക്സ്പെൻഡിച്ചർ, ജനങ്ങളുടെ എക്സ്പെൻഡിച്ചർ എങ്ങനെയായിരിക്കും കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരിടമാണ് ഈ ഹെൽത്ത് കെയർ മേഖല. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പൈസ ചിലവാക്കുന്ന ഒരു മേഖല ഹെൽത്ത് കെയർ മേഖല. കാരണം ആ മേഖലയിൽ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ്? കമ്പാരിറ്റീവ്ലി ലോവർ ആണ്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ് എവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ചൈനയിൽ കാണാൻ സാധിക്കുന്നത്. ചൈനയിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കൂടുതൽ ആരുടെ ഭാഗത്താണ്? ഗവൺമെന്റ്. അവിടെ കൂടുതൽ ഈ പറഞ്ഞ ഗവൺമെന്റ് സ്പോൺസേർഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നടക്കുന്ന കാരണമാണ് അവിടെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കമ്പയർ ടു പ്രൈവറ്റ് എക്സ്പെൻഡിച്ചറിനെക്കാളും കൂടി നിൽക്കുന്ന എന്നുള്ളൊരു കാര്യം ആദ്യമേ തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി ഇതിനകത്ത് ഓരോ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ത്യ ആൻഡ് ചൈന ഹാവ് ദ ലാർജസ്റ്റ് കൺസ്യൂമർ ബേസ്. കാരണം ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഈ രണ്ട് രാജ്യങ്ങളിലായിട്ടാണ്. ഇനി കൺസ്യൂമർ എന്നുള്ളൊരു വാക്ക് നമ്മൾ എക്കണോമിക്സിൽ ഉപയോഗിക്കുമ്പോഴേക്കും ഇത് ആരെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിവൺ ഹൂ സ്പെൻഡ്സ് മോർ ദാൻ $12 എ ഡേ. ഒരു ദിവസം $12 കൂടുതൽ ചെലവാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കൺസ്യൂമർ എന്നുള്ള ഒരു ആംഗിളിലേക്ക് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, കൺസ്യൂമർ എന്ന് നമ്മൾ പലപ്പോഴും ഈ ആർട്ടിക്കിൾസ് ഒക്കെ പറയുമ്പോഴേക്കും അത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഒരു ദിവസം $12 മുകളിൽ സ്പെൻഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാളെയാണ് നമ്മൾ കൺസ്യൂമർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് കറന്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ നോക്കുമ്പോഴേക്കും ഇന്ത്യയുടെ ടോട്ടൽ പെർസെൻറ്റേജിന്റെ 68% ഈ പറഞ്ഞ പോലെ പെർസെൻറ്റേജ് ഓഫ് GDP വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കുമാണ് 68% വരും. പക്ഷേ ചൈനയുടെ കാര്യത്തിൽ അത് എത്ര വരുള്ളൂ? 53, ഓൾമോസ്റ്റ് 53. ഞാൻ തൊട്ടും പറഞ്ഞത് 58 എന്നാണ് പറഞ്ഞത്, ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം. ചൈനയുടെ കാര്യത്തിലേക്ക് 53% ആണ് പെർസെൻറ്റേജ് ഓഫ് GDP അവരുടെ ആ ഒരു കൺസംഷൻ എക്സ്പെൻഡിച്ചർ ബേസിക്കലി വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴേക്കും ഇന്ത്യയുടെ ടോട്ടൽ GDP പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ 58% വരും. ആ ഒരു ചെറിയ ഗ്യാപ്പ്, ടോട്ടൽ 68% GDP ആണ്, അതിൽ 58% പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ. ബാക്കി ചെറിയൊരു തുക മാത്രമേ ഉള്ളൂ ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നേരെ തിരിച്ച് ചൈനയുടെ മൊത്തത്തിലുള്ള 53%-നകത്ത് ആകെ 38% ആണ് അവിടെ ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? പ്രൈവറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കി എൻ്റയർ എമൗണ്ടും ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? അവിടുത്തെ ഗവൺമെന്റ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ആ ഒരു പോയിന്റും ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കണം. ഇത് നമ്മുടെ കൺസ്യൂമറിന്റെ സൈസ് ബേസ് അളക്കുന്ന ഒരു മീൻസ് കമ്പാരിസൺ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്ലൂ കളറിലെ ടേബിളിൽ നിങ്ങൾ കാണുന്ന ആക്ച്വൽ ആ കൺസ്യൂമർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ടേംസ് ആണ്. മീൻസ് $12 പെർ ഡേ, അതിന് മുകളിൽ സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഈ ഒരു ഡാർക്ക് ബ്ലൂ കളറിൽ കാണാൻ സാധിക്കുന്നത്. ഓറഞ്ച് കളറിൽ സാധിക്കുന്നത് $12 താഴെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇന്ത്യയുടെ ആംഗിൾ ഈ പറഞ്ഞ പോലെ കൺസംഷൻ ചൈനയെക്കാളും കൂടുതലാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും $12 മുകളിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കമ്പാരിറ്റീവ്ലി ലോവർ ആണ്. അതേ സ്ഥാനത്ത് ഇന്ത്യയിൽ കൂടുതൽ ഏതാണ്? $12 താഴെയുള്ള ആൾക്കാരുടെ എണ്ണമാണ് വളരെയധികം കൂടുതൽ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചൊരു കാര്യം ഇവിടെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമല്ലോ. ഇന്ത്യയിൽ ആ ഒരു ഇൻകം ഇന്നിക്വാളിറ്റി ഇന്ത്യയിൽ കമ്പയർഡ് ടു ചൈന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ചൈനയിൽ ഈ പറഞ്ഞ സ്പെൻഡ് ചെയ്യുന്നതിന് നല്ലൊരു ശതമാനവും ആരാണുള്ളത്? കൺസ്യൂമേഴ്സ് എബോവ് $12 പെർ ഡേ ആണ് അവിടെ കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയുടെ ആംഗിൾ അത് കൂടുതലും ഈ $12 താഴെയുള്ള ആൾക്കാരാണ്. മീൻസ് ആ ഒരു ഇൻകം ഇന്നിക്വാളിറ്റി നമുക്ക് ഇവിടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ അടുത്തൊരു കാര്യമുണ്ട്, ഈ കൺസ്യൂമർ എന്നുള്ള ഒരു ബേസ് ഉണ്ടല്ലോ, $12 മുകളിൽ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ബേസിലേക്ക് നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അഡീഷൻ നടക്കുന്ന ഒരു രാജ്യം ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഓരോ വർഷം ആ ഒരു കൺസ്യൂമർ ബേസിലേക്ക് 29.5% ആൾക്കാർ ആഡപ്പാകുന്നു എന്നുള്ളതാണ് പുറത്തേക്ക് വന്നിരിക്കുന്ന ഡേറ്റ. അപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആ ഒരു കൺസ്യൂമർ മീൻസ് സ്പെൻഡിങ് ഗ്രേറ്റർ ദാൻ $12 എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് കയറി വരുന്ന ഏത് രാജ്യത്തുള്ള ജനങ്ങളാണ്? ഇന്ത്യയിലാണ്. അപ്പം വലിയൊരു കൺസ്യൂമർ ബേസ് നമ്മുടെ ഈ രാജ്യത്ത് ഡെവലപ്പ് ആകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല മേഖലകളിൽ ഇപ്പോൾ വിദേശത്തു നിന്നുള്ള പല കമ്പനികളും
ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളായിക്കോട്ടെ, ഇവിടങ്ങളിലൊക്കെ വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് പല കമ്പനികൾ ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യപ്പെടുന്നു, ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു. അതിന് കാരണം ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ കൺസ്യൂമർ ബേസ് വളർന്നുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ബിക്കോസ് ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ ഡെവലപ്മെന്റ്, നമ്മൾ ആ ഒരു രാജ്യമാണെങ്കിൽ ഇപ്പം നോക്കുവാണെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഡെവലപ്മെന്റ് ആ ഒരു പാതയിലേക്ക് മുന്നോട്ട് പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അതിൻ്റെതായ വരുമാനം ലഭിക്കുന്നുണ്ടാകാം. ഈ ഡേറ്റാസിലെല്ലാം നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇന്റേൺ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ രാജ്യം ഡെവലപ്ഡ് ആകുന്നുണ്ട്, അതോടൊപ്പം ഈ പറഞ്ഞ പോലെ ജനങ്ങൾ കൺസംഷന് വേണ്ടിയിട്ട് കൂടുതൽ പൈസ ചെലവാക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദേ ആർ ഏണിംഗ് മോർ. അവർക്ക് കൂടുതൽ പൈസ അവരിപ്പോൾ സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഗ്ലോബൽ കൺസ്യൂമർ ക്ലാസ് ഗ്രോത്തിൽ ഇന്ത്യ ഇപ്പോൾ ലീഡിംഗ് ആയിട്ട് മാറുന്നത്. ഇവിടെ 2030 ആകുമ്പോഴേക്കും ആ ഒരു എക്സ്പെക്ടേഷൻ ആണ് കാണുന്നത്. 2030 ആകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ആ ഒരു കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഒക്കെ നടത്തുന്ന രാജ്യമായിട്ടും ഇന്ത്യയെ, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കൺട്രി ആയിട്ട് ഇന്ത്യയെ ഇതിനകത്ത് വിലയിരുത്തപ്പെടുന്നുണ്ട്. സോ ഇതൊക്കെ കൊണ്ടിട്ടാണ് പല രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് ഇപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ ഇത്രത്തോളം സ്പെൻഡ് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഏത് മേഖലയ്ക്കാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും കൂടുതൽ ഇന്ത്യയിലായിക്കോട്ടെ, അതുപോലെ തന്നെ ചൈനയിലായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഫുഡ്, ടൊബാക്കോ, ലിക്കർ പ്രൊഡക്റ്റുകളുടെ കൺസംഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും കുറവ് സ്പെൻഡ് ചെയ്യുന്ന നോക്കി വൺ ഓഫ് ദ ലോവസ്റ്റ് ആണ് ഈ ഹെൽത്ത് കെയർ. അതുപോലെ ഹൗസ് ഹോൾഡ് എക്യുപ്മെന്റ്സും ഉണ്ട്. എന്നാൽ വൺ ഓഫ് ദ ലോവസ്റ്റ് തന്നെയാണ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്, ഈ ഒരു ഹെൽത്ത് കെയർ മേഖലയിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഇവിടെ ഡിസീസസ് ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നു. നമ്മൾ തൊട്ടും പറഞ്ഞു, ഹൗസ് ഹോൾഡ് മീൻസ് ഈ ഹെൽത്ത് കെയർ മേഖലയിൽ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കൂടുതലാണ്. നമ്മൾ ഗവൺമെന്റ് സ്പോൺസർഷിപ്പ് ഇവിടെ അധികം ഇല്ലാത്ത കാരണം കൂടുതൽ പ്രൈവറ്റ് മീൻസ് നമ്മൾ സ്വന്തമായിട്ട് പൈസ ഇവിടെ ചിലവാക്കണം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത് സ്പെൻഡ് ചെയ്യാൻ പലപ്പോഴും മടിക്കുന്നു. അതുമൂലമാണ് നമ്മുടെ ഇവിടെ പല രീതിയിലുള്ള അസുഖങ്ങൾ കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഹെൽത്ത് കെയർ മേഖലയിലെ ഇൻഷുറൻസ് പെനിട്രേഷൻ വളരെയധികം കുറവാണ്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെയാണെങ്കിൽ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ത്യയിൽ കമ്പാരിറ്റീവ്ലി ലോവർ ആണ്. സോ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആ ഒരു പാറ്റേണിനകത്ത് മാറ്റം വരും. ഇപ്പം നമ്മൾ ഈ കൺസംഷന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഷിഫ്റ്റിംഗ് പാറ്റേൺ തീർച്ചയായിട്ടും ചിലപ്പോൾ കാണുന്നതാണ്. ഇപ്പോഴത്തെ ലെവൽ വെച്ചിട്ടൊന്ന് മനസ്സിലാക്കിയിരുന്നേക്കുക, ഏറ്റവും ഹയസ്റ്റ് സ്പെൻഡ് ചെയ്യുന്ന ഫുഡ്, ടൊബാക്കോ ആൻഡ് ലിക്കർ പ്രൊഡക്ട്സിലേക്കാണ്. ദെൻ ഇങ്ങനെയുള്ള ഡേറ്റാസ് ഒക്കെ തന്നെ നമ്മൾ എങ്ങനെയാണ്, ഏതൊക്കെ മേഖലയിലേക്കാണ് എത്ര രൂപയാണ് സ്പെൻഡ് ചെയ്യുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഇവിടെ സർവേ ഉണ്ട്. ആ സർവേയുടെ പേരാണ് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേ, ഷോർട്ടിൽ CES എന്നറിയപ്പെടുന്നു. ഇതൊരു ക്വിൻക്വിനിയൽ എക്സസൈസ് ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രിലിംസിന് ആവശ്യമായിട്ട് വരും. കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവീസ് കണ്ടക്ടഡ് ആനുവലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിച്ച് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. ഇത് ആനുവലി അല്ല, ക്വിൻക്വിനിയൽ എക്സസൈസ് ആണ്. മീൻസ് റിക്കറിംഗ് എവറി 5 ഇയേഴ്സ്, ഓരോ 5 വർഷം കൂടുമ്പോഴാണ് ഈ ഒരു സർവേ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഒരു 5 വർഷം കൂടുമ്പോഴാണ് ഈ ഒരു കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഇതാരാണ് കണ്ടക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ കീഴിലുള്ള ഓഫീസായ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്, NSO ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ 5 വർഷം കൂടുമ്പോഴാണ് ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് മീൻസ് ഏതൊക്കെ ഐറ്റംസിലേക്കാണ്, അല്ലെങ്കിൽ സർവീസസ് എവിടേക്കൊക്കെ വേണ്ടിയിട്ടാണ് ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, മന്ത്ലി പെർ ക്യാപിറ്റ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളൊരു കാര്യം മനസ്സിലേക്ക് വെച്ചേക്കാം. സോ ഈ ഒരു എക്സ്പെൻഡിച്ചർ സർവേ റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ആ ഒരു എക്സ്പെൻഡിച്ചർ സർവേയുടെ ബേസിക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ കീ ഫൈൻഡിങ്സ് നമുക്ക് നോക്കാം. ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ദർ ഇസ് റൈസ് ഇൻ മന്ത്ലി പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അപ്പം ഇന്ത്യയിൽ മന്ത്ലി പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ വളരുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇതിനു മുമ്പത്തെ ഗ്രാഫുകളിലൊക്കെ കണ്ടത്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ബോത്ത് അർബൻ ഏരിയാസിലും റൂറൽ ഏരിയാസിലും ആ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കൂടുന്നുണ്ട്. ഇതാണ് ഈ തവണത്തെ റിപ്പോർട്ടിനകത്ത് വ്യത്യാസം. ഈ മുമ്പത്തെ റിപ്പോർട്ടിനകത്തൊക്കെ തന്നെ ആ ഒരു എക്സ്പെൻഡിച്ചർ കൂടുന്ന അർബൻ ഏരിയാസിലായിരുന്നു, റൂറൽ ഏരിയാസിൽ എക്സ്പെൻഡിച്ചർ അത്രത്തോളം ഇല്ലായിരുന്നു. ഇപ്പം നിലവിൽ നോക്കുവാണെങ്കിൽ ബോത്ത് അർബൻ ഏരിയാസിലും റൂറൽ ഏരിയാസിലും ആ ഒരു എക്സ്പെൻഡിച്ചർ കൂടുന്നുണ്ട്. അതിൽ എക്സ്പെൻഡിച്ചർ കൂടുന്നതിന്റെ റേറ്റ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എവിടെയാണ്? റൂറൽ ഏരിയാസിലാണ്. 40% വർധനവ് റൂറൽ ഏരിയാസിൽ കാണുന്നുണ്ട്. അതേ സ്ഥാനത്ത് അർബൻ ഏരിയാസിൽ 33% ഉള്ളൂ. അപ്പോൾ റൂറൽ ഏരിയാസിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മുടെ സ്പെൻഡിങ് പാറ്റേൺ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു ഫുഡ് എക്സ്പെൻഡിച്ചർ ആയിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്നത്. പക്ഷേ ഫുഡ് എക്സ്പെൻഡിച്ചർ നമ്മൾ ഇതിന് മുമ്പുണ്ടായിരുന്ന 52%ൽ നിന്നും 46%ലേക്ക് കുറഞ്ഞിരിക്കുന്നത്. അതായത് 100 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ 52 രൂപയെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഫുഡ് എക്സ്പെൻഡിച്ചർ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു, 46 രൂപ ഫുഡ് എക്സ്പെൻഡിച്ചേഴ്സ്. മറ്റു പല മേഖലകളിലേക്ക്, ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ആകാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആകാം, അങ്ങനെയുള്ള പല പല ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇപ്പോൾ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കും എന്നുള്ളതാണ് ഈ ഡേറ്റ പറഞ്ഞു നൽകുന്നത്. പിന്നെ ഇതിന്റെ ബേസിക് ഒരു ഇംപ്ലിക്കേഷൻ ആയിട്ട് പറയാവുന്ന പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓൺ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാരണമാകാം. സാധനങ്ങളുടെ വില കൂടുന്നതൊക്കെ മൂലമാകാം ആളുകൾ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഫുഡ് ഐറ്റംസിന്റെ എക്സ്പെൻഡിച്ചർ മറ്റ് മേഖലകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ബേസിക്കലി കൺസംഷൻ എക്സ്പെൻഡിച്ചർ റൂറലും അർബനിലും കൂടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റൂറൽ ഏരിയാസിലാണെന്നുള്ളതും പിന്നെ നമ്മുടെ ഈ ഷിഫ്റ്റിംഗ് പാറ്റേൺ ഫുഡ് എക്സ്പെൻഡിച്ചർ നിന്ന് മാറി മറ്റ് പല മേഖലകളിലേക്ക് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യം കൂടി ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. ഇത്രയും പോയിന്റുകളാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്.
സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആർട്ടിക്കിളാണ്. ഇതൊരു ഷോർട്ട് ആർട്ടിക്കിൾ തന്നെയാണ്. ബേസിക്കലി ഈ ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആൻഡ് ഓവർലുക്ക്ഡ് മോളിക്യൂൾ കുഡ് സോൾവ് ദ വീനസ് വാട്ടർ മിസ്റ്ററി. ഇത് നമ്മൾ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വീനസിൽ പണ്ട് കാലത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ വിചാരിച്ചുകൊണ്ടിരുന്നത് വീനസിൽ ഒരു വലിയൊരു വാട്ടർ ഈ പറഞ്ഞ പോലെ ഡിപ്പോസിഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഡെപ്ത് ഈ പറഞ്ഞ പോലെ 3 കിലോമീറ്റർ വരെ താഴ്ചയുള്ള വലിയൊരു ഈ പറഞ്ഞ പോലെ ഒരു വാട്ടർ റിസർവ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെയാണ് ഇത് ആൾക്കാർ സയന്റിസ്റ്റുകൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുകയാണ്. അതിന്റെ ബേസിക് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ 2 കാരണങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് അറിയാം. ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ സോളാർ സിസ്റ്റത്തിനകത്ത് ഈ പറഞ്ഞ പോലെ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വൺ ഓഫ് ദ പ്ലാനറ്റ് കൂടിയാണ് വീനസ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നോർമലി സൂര്യന്റെ ആ ഒരു ടെമ്പറേച്ചർ കൂടുതലും വീനസിലുണ്ടാവും. സോ ആ ഒരു പ്രോക്സിമിറ്റി പ്ലാനറ്റ്സ് പ്രോക്സിമിറ്റി ടു ദ സൺ എന്ന് പറയുന്ന ഒരു ഫാക്ടറിയാണ് അവിടുത്തെ വെള്ളം ഈ പറഞ്ഞ പോലെ ഡ്രൈ അപ്പ് ആകാനുള്ള ഒരു ഫാക്ടർ കൂടിയാണ്. പിന്നെ രണ്ടാമത്തെ ഫാക്ടർ അവിടുത്തെ അറ്റ്മോസ്ഫിയർ. അവിടുത്തെ അറ്റ്മോസ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് റിച്ച് അറ്റ്മോസ്ഫിയർ ആണ്. കാർബൺ ഡയോക്സൈഡ് റിച്ച് അറ്റ്മോസ്ഫിയർ ആണ് വീനസിനകത്തുള്ളത്. ഇപ്പം നമ്മുടെ ഇവിടെയാണെങ്കിൽ പോലും കാർബൺ ഡയോക്സൈഡ് അളവ് കൂടി കഴിയുമ്പോഴേക്കും നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എഫക്റ്റിനെ കുറിച്ച് പറയാറുണ്ട്. ഈ ഗ്ലോബൽ വാർമിംഗ് എഫക്റ്റ് മൂലമാണ് ടെമ്പറേച്ചർ റൈസ് നമുക്ക് അനുഭവപ്പെടുന്നു. സോ അവിടെ ആ ഒരു കാർബൺ ഡയോക്സൈഡ് റിച്ച് അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോഴേക്കും അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 450 ഡിഗ്രി സെൽഷ്യസോളം വരാറുണ്ട്. സോ അത്രയും ഡിഗ്രി സെൽഷ്യസ് വരുമ്പോഴേക്കും അവിടുത്തെ വെള്ളത്തിന്റെ പിന്നെ അവസ്ഥ നമുക്ക് പറയേണ്ട കാര്യമില്ല. എല്ലാം ഇവാപറേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2 പ്രൈമറി റീസൺസ് അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷനും പിന്നെ പ്ലാനറ്റ്സ് പ്രോക്സിമിറ്റി ടു സണ്ണുമാണ്. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പുതിയതായിട്ട് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത് ദ പ്രസൻസ് ഓഫ് ഫോർമേൽ കാഷൻ എന്നുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. HCO+ന്റെ പ്രസൻസ് അവിടുത്തെ വെള്ളം ഈ പറഞ്ഞ പോലെ വേപ്പറൈസ് ആകാൻ കാരണമാകാം എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് ഈ HCO+ ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഈ പറഞ്ഞ പോലെ റിയാക്ഷൻ മൂലം ഈ പറഞ്ഞ പോലെ വീനസിലെ വെള്ളം ഹൈഡ്രജൻ എസ്കേപ്പിലേക്ക് അത് നയിച്ചേക്കാം എന്നുള്ള രീതിയിലേക്കാണ് ഫാസ്റ്റർ എസ്കേപ്പ് ഓഫ് ഹൈഡ്രജൻ ഇൻ ടു ദ സ്പേസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇത് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് ബേസിക്കലി ഒരു ഈ പറഞ്ഞ പോലെ റിവേഴ്സ് റിയാക്ഷന്റെ ഒരു റിവേഴ്സ് റിയാക്ഷന്റെ കാര്യമൊക്കെ അവിടെ എടുത്ത് പറയുന്നുണ്ട്. എനിവേ ഈ പറഞ്ഞ പോലെ ഫോർമേൽ കാഷന്റെ പ്രസൻസ് HCO+ന്റെ ഈ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂളാണ്. സോ അതിന്റെ പ്രസൻസ് ഈ പറഞ്ഞ പോലെ ഹൈഡ്രജൻ ആറ്റം ഈ പറഞ്ഞ പോലെ എസ്കേപ്പ് ആകാനുള്ള സാധ്യത അവിടെ തള്ളിക്കളയാൻ പറ്റുന്നില്ല. ഇതേ കാര്യമാണ് മാർസിലും ഏകദേശം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വീനസിലും ഉണ്ട് എന്നുള്ളതാണ് സയന്റിസ്റ്റ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. റീസെന്റ് പറഞ്ഞ പോലെ ഫോർമൈൽ കാഷൻ റീസെന്റ് സീൻ ന്യൂസ് റിലേറ്റഡ് വിത്ത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ആ റിലേറ്റഡ് വിത്ത് എന്ന് പറയുമ്പോഴേക്കും വീനസിന്റെ ആ ഒരു ഡ്രൈയിങ് അപ്പ് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷനെ നമുക്ക് അതിനെ സൂചിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. എന്താണ് HCO+? ഫോർമൈൽ കാഷൻ ആണ്, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂളാണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ എസ്കേപ്പിലേക്ക് അത് കാരണമാകും എന്നുള്ളൊരു കാര്യം മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ വീനസിലേക്കുള്ള മിഷനുകളാണ് നമ്മൾ ബേസിക്കലി ഇതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ US-ഉം റഷ്യയും ജപ്പാനും യൂറോപ്പും ആണ് വീനസിലേക്ക് മിഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ വേണേൽ തെറ്റിച്ച് ചോദിക്കാം. റീസെന്റ് ഇന്ത്യ ലോഞ്ച് എ മിഷൻ ഫോർ ടു വീനസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിച്ച് ചോദിക്കാം. ഇന്ത്യ ഇതുവരെ വീനസിലേക്ക് കണ്ടക്ട് ചെയ്തില്ല. ബട്ട് വി ആർ പ്ലാനിങ് 2031 ഈ പറഞ്ഞ പോലെ വീനസിലേക്ക് മിഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോൺ ആസ് ശുക്രയാൻ. ഓക്കെ, ശുക്രയാൻ എന്നറിയപ്പെടും. നമ്മളിപ്പോൾ ചന്ദ്രയാൻ എന്ന് പറയുന്നത് ചന്ദ്രനിലേക്ക് മൂണിലേക്കുള്ള മിഷനാണല്ലോ. അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ മാർസിലേക്കുള്ള മംഗൾയാൻ ISRO പേരിടുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇത്തരത്തിലൊരു കണക്ഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ വീനസിലേക്കുള്ള നമ്മുടെ പ്രോജക്റ്റിന്റെ പേരാണ് ശുക്രയാൻ മിഷൻ. 2031 പ്രതീക്ഷിക്കുന്നത്. അത് ഓൾറെഡി ഇപ്പം ഡിലേഡ് അപ്പ് ആണ്. ഇപ്പം ഇത്രയും നാളും കൂടെ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല 2031 നടക്കുമെന്ന് പറയാൻ പറ്റില്ല. എനിവേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നോൺ ആസ് ശുക്രയാൻ മിഷൻ എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. സോ നിലവിൽ ഈ പറഞ്ഞ വീനസിലേക്ക് മിഷൻസ് സെൻഡ് ചെയ്തിരിക്കുന്നത് US, റഷ്യ, ജപ്പാൻ ആൻഡ് യൂറോപ്പ് ആണ്. അതിനകത്ത് ഏറ്റവും ആദ്യം സെൻഡ് ചെയ്യുന്നത് US ആണ്. മറൈനർ സീരീസ് എന്നറിയപ്പെടുന്ന മിഷൻ US-ന്റെ വീനസിലേക്കുള്ള മിഷൻ എന്നുള്ള കാര്യം മനസ്സിലേക്ക് വെച്ചിരിക്കുക. ഇതിനകത്ത് ലേറ്റസ്റ്റ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് കണ്ടക്ടഡ് വിത്ത് ജപ്പാൻ. ഓക്കെ, 2015 കണ്ടക്ട് ചെയ്തതാണ് ജപ്പാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീനസിലേക്കുള്ള മിഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഈ ഒരു ആർട്ടിക്കിൾ നിന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. CISF-ഉമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ക്വസ്റ്റ്യൻസ് എറൈസ് ഓവർ ഫ്യൂച്ചർ ഓഫ് പാർലമെന്റ് സെക്യൂരിറ്റി യൂണിറ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞ റീസെന്റ് ആ പാർലമെന്റിൽ ഉണ്ടായ ചെറിയൊരു ആക്രമണം ഈ പറഞ്ഞ പോലെ ക്യാൻസുമായിട്ട് ഈ പറഞ്ഞ പോലെ 1-2 പേര് പാർലമെന്റിനകത്ത് പ്രവേശിച്ചൊക്കെ കാര്യങ്ങൾ വാർത്തയിലെ കണ്ടൊക്കെ ഓർക്കുന്നുണ്ടാവും. സോ അതിന്റെ പശ്ചാത്തലത്തിലാണ് പാർലമെന്റിന്റെ സെക്യൂരിറ്റി കാര്യത്തിലേക്ക് മാറ്റം വരുത്തുന്നത്. നിലവിൽ ഈ പറഞ്ഞ പോലെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ യൂണിറ്റും അതേപോലെ പാർലമെന്റ് സെക്യൂരിറ്റി സ്റ്റാഫ് എന്ന് പറയുന്ന പ്രത്യേക വിഭാഗമുണ്ട്. പാർലമെന്റ് സെക്യൂരിറ്റി സർവീസ് എന്ന് പറഞ്ഞ പ്രത്യേക യൂണിറ്റ് ഉണ്ട്. ഇവരായിരുന്നു പാർലമെന്റിന്റെ ഈ ഒരു സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവരെ മാറ്റിയിട്ട് ഇപ്പോൾ ആര് നമ്മുടെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ CISF വരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് CISF എന്താണെന്നുള്ള കാര്യം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റിൽ കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഈ ഒരു സ്ലൈഡിലെ കാര്യങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കാം. സോ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് ഒരു പാർലമെന്റ് ആക്ടിലൂടെയാണ്. 1969 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാരണമായ റെക്കമെൻഡേഷൻ വന്നത് ജസ്റ്റിസ് മുഖർജി കമ്മീഷനാണ്. അപ്പം ഇങ്ങനെ ചോദിക്കാം,
ജസ്റ്റിസ് മുഖർജി കമ്മീഷൻ വാസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പോൾ അത് CISF ആണെന്നുള്ള കാര്യം മനസ്സിലേക്ക് വെച്ചേക്കുക. സോ 1969 മാർച്ചിലാണ് ഇത് ഫോം ചെയ്യുന്നത് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ്. ഈ CISF എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിന്റെ കീഴിലുള്ള ഒരു ഫോഴ്സ് ആണ്. ഇറ്റ്സ് വൺ ഓഫ് ദ 7 സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആണ്. CAPF എന്നുള്ളതാണ് ഷോർട്ടിൽ അറിയപ്പെടുന്നത്. CAPF എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന് കീഴിലുള്ള ഒരു ഫോഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ സാധിക്കും. അതിനകത്ത് 6 ഫോഴ്സസ് ആണ് ബേസിക്കലി വരുന്നത്. ഒന്ന് ഈ പറഞ്ഞ ബോർഡർ സെക്യൂരിറ്റി, നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും ഈ കാര്യങ്ങൾ ഓരോന്നും. CAPF എന്ന് പലപ്പോഴും എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിലേക്കുള്ള ഫോഴ്സുകളാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ്, ദെൻ സഹസ്ര സീമ ബൽ, ആസാം റൈഫിൾസ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ആൻഡ് CRPF. ഓക്കെ, CRPF. അപ്പം ഇങ്ങനെയുള്ള പല ഇതിനകത്ത് ഈ പറഞ്ഞ 1 ഓഫ് ദ 7 ആണ്. അതിന്റെ കൂടുതലാണ് CASF വരുന്നത്. ബേസിക്കലി ഇറ്റ് ഈസ് ഹെഡഡ് ബൈ ആൻ ഇന്ത്യൻ പോലീസ് സർവീസ് ഓഫീസർ ആണ്, IPS ഓഫീസറാണ് ഇത് ഹെഡ് ചെയ്യുന്നത്, വിത്ത് റാങ്ക് ഓഫ് ഡയറക്ടർ ജനറൽ. ആൻഡ് ഇറ്റ് ഹാസ് എ ലാർജസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് വുമൺ ഇൻ ഇസ് ഫോഴ്സ്. ഈ ഒരു എൻറ്റയർ CAPFസിനകത്ത് ഏറ്റവും കൂടുതൽ വുമൺ ഫോഴ്സ് ഉള്ളതും ഈ CASF ആണെന്നുള്ളൊരു കാര്യം മനസ്സിലേക്ക് വെച്ചിരിക്കുക. ആൻഡ് പ്രസന്റ്ലി CASF ഈസ് ഓൾസോ പ്രൊവൈഡിങ് സെക്യൂരിറ്റി ടു പ്രൊട്ടക്റ്റഡ് പേഴ്സൺസ്. ആളുകൾക്ക് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വ്യക്തികൾക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓരോരോ കാറ്റഗറി, അതിനകത്ത് ഓരോ കാറ്റഗറി എന്ന് പറഞ്ഞാൽ Z+, X, Y ഇത്രയും കാറ്റഗറിയിലാണ് ബേസിക്കലി CASF പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കുക, Z+ഉം Z ഉം X ഉം Y കാറ്റഗറിയിലായിട്ടാണ് 4 കാറ്റഗറിയിലായിട്ടാണ് ഈ പറഞ്ഞ പോലെ CASF പ്രൊട്ടക്ഷൻസ് വ്യക്തികൾക്ക് പേഴ്സൺസിന് കൊടുക്കാറുള്ളത്. സോ ഇത്രയും കാര്യമാണ് ആ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കിയത്. ബേസിക്കലി മിനിസ്ട്രി ഓർത്തിരിക്കുക, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഹെഡഡ് ബൈ ആൻ IPS ഓഫീസറാണ്, ദ റാങ്ക് ഓഫ് ഡയറക്ടർ ജനറൽ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഇപ്പം നമ്മൾ കണ്ട CASFുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഇപ്പോൾ ഇത് കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ 2 സ്റ്റേറ്റ്മെന്റ് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ABCD ടൈപ്പ് നോക്കാം. A ഓപ്ഷൻ 1 only, B 2 only, C both are correct. C ഓപ്ഷൻ രണ്ടും തെറ്റാണെങ്കിൽ D ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇത് കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളുടെ ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ DNA നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്